കാടയെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വളർത്തുന്ന ഒരുപാട് കാട കർഷകരുണ്ട്. അതുപോലെ തന്നെ കാടയെ തട്ടായിട്ട് വളർത്തുന്ന കാട കർഷകരുമുണ്ട്. അതൊക്കെ ഓരോരുടെ താല്പര്യത്തിനനുസരിച്ചാണ് നമ്മൾ ഇങ്ങനെ കാട വളർത്തുന്നത്. എന്നാൽ ഈ ചാനലിൽ പല ആളുകളും ചോദിക്കാറുണ്ട്, കാട ഇങ്ങനെ വളർത്തി കഴിഞ്ഞാൽ കാടയിൽ നിന്ന് കൂടുതൽ മുട്ട കിട്ടുമോ? അതിൽ തട്ടായിട്ട് വളർത്തി കഴിഞ്ഞാൽ അതിൽ കൂടുതലായിട്ട് മുട്ട കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ തീറ്റ ലാഭം അതല്ല എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇവിടെ കാട പറക്കാനുള്ള സാധ്യത കൂടുതലല്ല എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വളർത്തുന്ന കാട കർഷകനെ സംബന്ധിച്ച് ഇതുപോലെ കാടയെ പിടിച്ചിട്ട് അതിന് ചിറക് വെട്ടി കളയുക. ചിറക് എന്ന് മീൻസ് അതിന്റെ തൂവലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. കാടയുടെ അങ്ങനെ ചിറക് വിരിച്ചു കഴിഞ്ഞാൽ അതിലെ ഒരുപാട് തൂവലുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ തൂവലുകൾ വെട്ടി കുറ്റിയാക്കുക, അല്ലെങ്കിൽ എന്താണ് പാടെ മുരട്ടുന്ന്, അല്ലെങ്കിൽ എന്താണ് അത് വളർന്നു വരുന്ന ഭാഗത്തുനിന്ന് വെട്ടി അത്രയും വെട്ടി ചെറുതാക്കി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും കാടയ്ക്ക് പറക്കാൻ സാധിക്കില്ല. രണ്ട് ഭാഗത്തുള്ള ചിറക് നല്ല നല്ല രീതിയിൽ തൂവലുണ്ട്, നല്ല വിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഈ തൂവലുകൾ, അല്ലെങ്കിൽ ഇവയെ പറക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാനമായിട്ടുള്ള ഏറ്റവും അറ്റത്തുള്ള 3 തൂവലുകളാണ് ഇതിനെ കൂടുതലായിട്ട് പറക്കാൻ സഹായിക്കുന്നത്. അപ്പൊ നമ്മൾ ആ തൂവലുകളാണ് പ്രധാനമായിട്ട് വെട്ടിക്കളയേണ്ടത്. നമ്മൾ കുറച്ച് ബാക്ക് സൈഡിൽ നിന്ന് തന്നെ ഇതുപോലെ തൂവലുകൾ അങ്ങനെ വെട്ടിക്കളയുക. പക്ഷെ വെട്ടിക്കളയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും കാടയുടെ മേത്ത് മുറിയോ അല്ലെങ്കിൽ പരിക്കോ വരരുത്. പരിക്കോ മുറിയോ വന്നു കഴിഞ്ഞാൽ